നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാകുന്നത് നടനും മുതിർന്ന രാഷ്ട്രീയ നേതാവിന്റെയും മകളുടെ ഒരു വീഡിയോ ആണ്. ആ കുട്ടി തന്റെ ഇൻസ്റ്റഗ്രാം സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി പങ്കുവച്ച ഒരു വീഡിയോ ലീക്ക് ചെയ്യപ്പെടുകയും അതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളും സദാചാര പ്രസംഗങ്ങളും സോഷ്യൽ മീഡിയയിൽ നടക്കുകയാണ്. എന്നാൽ ഈ വിഷയത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ചില ഗൗരവകരമായ കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ആ കുട്ടിയുടെ പബ്ലിക് പ്രൊഫൈലിൽ വന്ന ഒരു വീഡിയോ അല്ല. ഇൻസ്റ്റഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ സബ്സ്ക്രിപ്ഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. പണം നൽകി ആ വ്യക്തിയെ ഫോളോ ചെയ്യുന്നവർക്ക് മാത്രം കാണാൻ സാധിക്കുന്ന എക്സ്ക്ലൂസീവ് കണ്ടന്റ് ആണത്. ഹൻസിക ഒരു പ്രായപൂർത്തിയായ വ്യക്തിയാണ്. തന്റെ സബ്സ്ക്രൈബേഴ്സിന് എന്ത് തരത്തിലുള്ള കണ്ടന്റ് നൽകണം എന്നത് പൂർണ്ണമായും ആ കുട്ടിയുടെ തീരുമാനമാണ്. സിനിമയിലോ മോഡലിംഗിലോ ഉള്ളവർ ഇത്തരം പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നത് ആഗോളതലത്തിൽ തന്നെ സാധാരണമായ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ആ കുട്ടി കാണിച്ചു കൊടുത്തു എന്ന രീതിയിലുള്ള പരിഹാസങ്ങൾക്ക് ഇവിടെ സ്ഥാനമില്ല. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ആ കുട്ടിയുടെ വസ്ത്രധാരണത്തെയോ വീഡിയോയോ അല്ല, മറിച്ച് ആ വീഡിയോ ലീക്ക് ചെയ്ത വ്യക്തിയെയാണ്. ഒരാൾ പണം നൽകി കാണാൻ ഉദ്ദേശിച്ച് നിർമ്മിച്ച ഒരു സ്വകാര്യ ഉള്ളടക്കം അത് റെക്കോർഡ് ചെയ്ത് പബ്ലിക്കായി പ്രചരിപ്പിക്കുന്നത് ക്രിമിനൽ കുറ്റമാണ്. ഒരാളുടെ പ്രൈവസിയെ മാനിക്കാതെ അത് ഡൗൺലോഡ് ചെയ്ത് ഗ്രൂപ്പുകളിലും മറ്റും ഷെയർ ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ മോശമായി പെരുമാറുന്നത്. അത് ചെയ്തത് ആ കുട്ടിയല്ല, മറിച്ച് ആ വീഡിയോ ലീക്ക് ചെയ്ത ആളാണ്. വീഡിയോ ലീക്ക് ആയതിനു പിന്നാലെ വന്ന കമന്റുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും നമ്മുടെ സമൂഹത്തിന്റെ ചിന്താഗതി. അച്ഛന്റെ പേര് കളഞ്ഞു, ഇത്രയ്ക്ക് വേണമായിരുന്നു തുടങ്ങിയ ഉപദേശങ്ങളാണ് പലരും നൽകുന്നത്. ഒരാൾ എന്ത് വസ്ത്രം ധരിക്കണം, എങ്ങനെ ജീവിക്കണം എന്നത് ആ വ്യക്തിയുടെ മാത്രം കാര്യമാണ്. മുതിർന്ന രാഷ്ട്രീയ നേതാവിന്റെയോ നടന്റെയോ മകൾ എന്ന നിലയിൽ ആ കുട്ടിയെ അളക്കുന്നത് തികച്ചും തെറ്റായ പ്രവണതയാണ്. സെലിബ്രിറ്റികൾക്കും അവരുടേതായ സ്വകാര്യ ജീവിതവും തീരുമാനങ്ങളും എടുക്കാൻ അവകാശമുണ്ട്. ഇത്തരത്തിൽ ലീക്ക് ചെയ്ത വീഡിയോകൾ ഉപയോഗിച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരാളുടെ സമ്മതമില്ലാതെ അവരുടെ സ്വകാര്യ വീഡിയോകൾ സോഷ്യൽ മീഡിയയിലിട്ട് ചർച്ച ചെയ്യുന്നതും അധിക്ഷേപിക്കുന്നതും സൈബർ നിയമപ്രകാരം കുറ്റകരമാണ്. സത്യത്തിൽ സപ്പോർട്ട് ചെയ്യേണ്ടത് ആരെയാണ്? സ്വന്തം ജോലി കൃത്യമായി ചെയ്യുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്ററെയാണോ, അതോ മറ്റൊരാളുടെ പ്രൈവസിയിലേക്ക് ഒളിഞ്ഞു നോക്കി അത് നാട്ടുകാർക്ക് വിതരണം ചെയ്യുന്നവരെയാണോ? ചുരുക്കത്തിൽ ആ കുട്ടിയുടെ വീഡിയോ വിവാദത്തിൽ കുറ്റപ്പെടുത്തേണ്ടത് ആ കുട്ടിയെയല്ല, മറിച്ച് മറ്റൊരാളുടെ സ്വകാര്യതയിൽ കൈയിട്ട് വാരിയവരെയാണ്. വ്യക്തി സ്വാതന്ത്ര്യം എന്നത് എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ്. ഇത്തരം സൈബർ ആക്രമണങ്ങളെ പ്രോത്സാഹിപ്പിക്കാതെ ഇരയാക്കപ്പെട്ട വ്യക്തിയുടെ പക്ഷത്ത് നിന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.